ഹലോ ഗൈസ്, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ടേഴ്സിനെ പറ്റിയാണ്. കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അത് നമ്മൾ ക്ലാസ്സിനുള്ളിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കൺസ്ട്രക്ടേഴ്സ് സാധാ ഫംഗ്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കാര്യം അതിന് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നതില്ല. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സസ് മോഡിഫയർ എപ്പോഴും പബ്ലിക് ആയിരിക്കും. കൺസ്ട്രക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ്സിനുള്ളിലുള്ള ഡാറ്റ ടൈപ്സ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കോൾ ആവും. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൺസ്ട്രക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് കൺസ്ട്രക്ടർ ഒന്നും അതിൽ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്സ് എല്ലാം 0 അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ അത് 0 ആയിട്ട് അസൈൻ ചെയ്യും. അതായത് ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്സിനെല്ലാം ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറിന് അല്ലെങ്കിൽ അത് പ്രോഗ്രാമറിന് നമുക്ക് ആ കൺസ്ട്രക്ടറിൻ്റെ വാല്യൂസ് അല്ല ഡാറ്റ ടൈപ്സിൻ്റെ വാല്യൂസ് അസൈൻ ചെയ്യാം. അതാണ് നമ്മൾ പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ഒരു എക്സാമ്പിൾ വെച്ച് റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ്, ഇവിടെ നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് രണ്ടുമൂന്ന് പാരാമീറ്റേഴ്സ് രണ്ടുമൂന്ന് ഡാറ്റ സ്റ്റുഡൻറ്റിന് നമ്മൾ സ്ട്രിങ് നെയിം കൊടുക്കുന്നു. അതായത് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻറ്റ് റോൾ നമ്പർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻറ്റ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻറ്റ് മാർക്സ് കൊടുക്കുന്നു. നമ്മൾ ഇനി നേരെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മെയിൻ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. പബ്ലിക് വോയിഡ് സ്റ്റാറ്റിക് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് സ്റ്റുഡൻറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ന്യൂ സ്റ്റുഡൻറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കാണാം ഇത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സാണ്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റാണ്. അതായത് ഈ ക്ലാസ്സിൻ്റെ നെയിമാണിത്. ഇത് ക്ലാസ് നെയിം. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഒബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കാണാം. ഇതാണ് നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതായത് ബ്രാക്കറ്റിൽ വെറുതെ ഒരു പാരാമീറ്റേഴ്സും പാസ് ചെയ്തെങ്കിൽ അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പബ്ലിക് വോയിഡ് ഗെറ്റ് ഡാറ്റ. ഇതിലൂടെ നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് കൊടുക്കുന്നു. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. നമ്മളിനി അത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാസ് എല്ലാം നമ്മൾ പ്രിൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽഎൻ. അവിടെ നമ്മൾ ഈ ഡാറ്റ എല്ലാം പ്രിൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് നെയിം, അതുപോലെ തന്നെ റോൾ നമ്പർ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മാർക്സ്. ഇനി നമ്മളിതൊന്ന് ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ടല്ലോ, ഈ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ നമുക്ക് ഈ ക്ലാസ്സിനുള്ള മെത്തേഡ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഡോട്ട് ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ ജാവാസി സ്റ്റുഡൻറ്റ് ഡോട്ട് ജാവ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എറർ കാണാം. ഇതിൽ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തിരിഞ്ഞു പോയി കൊടുത്തത്, അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇവിടെ ആദ്യം കൊടുക്കുന്നു. ഇനി നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. നമ്മുടെ ജാവ ഫയൽ ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത്
റൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, അതായത് ഇവിടെ നമുക്കിത് കാണാം, നമ്മൾ എന്തൊക്കെ ഡാറ്റയാണ് പ്രിൻറ്റ് ചെയ്തേക്കണമെന്ന് കാണാം. അതായത് നെയിം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാർക്സ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്നത്, സ്ട്രിങ് നെയിമാണ് അത് അത് നള്ളാണ് വന്നേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. ക്ലാസ്സിന് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒന്നുമില്ലെങ്കിൽ അത് നള്ളായിട്ടാണ് ഡിഫൈൻ ചെയ്യുക, അതായത് ഡിഫോൾട്ടായിട്ട് നള്ളാണ്. ബാക്കിയുള്ളതെല്ലാം ഇൻറ്റിജറാണ്, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നേക്കണേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഡീഫോൾട്ടായിട്ട് വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യണത്, പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ ചെയ്യാൻ പോണത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ അതേ നെയിം തന്നെ ആയിരിക്കും അത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പബ്ലിക് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ടർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റും സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഡെഫിനിഷൻ പാരന്തസിസിനുള്ളിൽ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നിന്ന് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ അല്ല കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, അതായത് ഡീഫോൾട്ടായിട്ടല്ലാതെ വാല്യൂ, നമ്മൾ ഡീഫോൾട്ടായിട്ട് എല്ലാ ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഒരു സെയിം വാല്യൂസ് തന്നെ അതിലേക്ക് കയറുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യണത്. നമ്മളിവിടെ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു അരുൺ എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദിസ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഡോട്ട് സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഡോട്ട് മാർക്സ് ഈക്വൽ ടു 30 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സി കൊടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് ജാവ സ്റ്റുഡൻറ്റ് കൊടുക്കുന്നു. നമുക്കിവിടെ കാണാം അരുണ് 1, അതായത് 1 എന്ന് പറയുന്ന റോൾ നമ്പർ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 10, മാർക്ക് എന്ന് പറയുന്നത് 30. അതായത് നമ്മളിത് എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഈ സെയിം വാല്യൂസ് ആയിരിക്കും അതിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. കാര്യം ഞാനിവിടെ സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ വേറൊരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് 2 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് 2 ഡോട്ട് അത് കൊടുക്കുന്നു. ഇനി ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇവിടെ കാണാം, അതായത് 2 ഒബ്ജക്റ്റിനും സെയിം ഡാറ്റേഴ്സാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 2 ഒബ്ജക്റ്റിനും ഡിഫറൻറ്റ് ഡാറ്റയാണ് ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, പാരാമീറ്റർ കൺസ്ട്രക്ടറാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പാരാമീറ്റർ കൺസ്ട്രക്ടർ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിവിടെ നോർമൽ കൺസ്ട്രക്ടർ ഏതാണ് യൂസ് ചെയ്തേക്കണത് സ്റ്റുഡൻറ്റ്, നമ്മൾ ഇനി ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു പാരാമീറ്റർ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് പബ്ലിക് സ്റ്റുഡൻറ്റ്. ഇവിടെ നമ്മളിപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം ഡിഫോൾട്ടായിട്ട് കൺസ്ട്രക്ടറിൻ്റെ ഐഡൻറ്റിഫയർ, അതായത് ആക്സസ് മോഡിഫയർ പബ്ലിക്കായിട്ട് അത് എടുത്തോളും. ഡിഫോൾട്ടായിട്ട് പബ്ലിക് സെറ്റ് ആയിക്കോളും, നമ്മളിപ്പോൾ അവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്തൊക്കെ വാല്യൂ ആണ് വേണ്ടത്, അപ്പോൾ സ്ട്രിങ് ഫസ്റ്റ് പാരാമീറ്റർ സ്ട്രിങ് അതെന്ന് പറയുന്നത് നെയിമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻ്റ് ആണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പറാണ്. അതുപോലെ തന്നെ തേർഡ് പാരാമീറ്റർ ഇൻ്റ് സ്റ്റാൻഡേർഡാണ്. അതുപോലെ തന്നെ ഇൻ്റ് മാർക്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അത് ഡിഫൈൻ ചെയ്യുന്നു. അതായത് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്തിനാണ് ദിസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണോ അതോ ഈ ക്ലാസ്സിനുള്ള ഡാറ്റ ടൈപ്പ് ആണോ, അതായത് ഈ നെയിമാണോ, അതുപോലെ തന്നെ നമ്മളിവിടെ പാരാമീറ്റർ ആയിട്ട് വന്നേക്കണ നെയിമാണോ, രണ്ടിനും നമ്മൾ നെയിം എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ കമ്പ്യൂട്ടറിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ദിസ് ഡോട്ട് നെയിം എന്ന് നോക്കുന്നത്. ദിസ് ഡോട്ട് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള ഡാറ്റ ടൈപ്പാണത്, ക്ലാസ്സിലുള്ള വേരിയബിളിൻ്റെ നെയിമാണത്. അതുപോലെ തന്നെ സാധാ വെറുതെ എഴുതുന്ന നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമീറ്റർ, അതായത് ആ ഫംഗ്ഷനിലുള്ള നെയിം. അതുപോലെ തന്നെ ദിസ് ഡോട്ട് റോൾ നമ്പർ ഈസ് ഈക്വൽ ടു റോൾ നമ്പർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഡോട്ട് സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നു. ദിസ് ഡോട്ട് മാർക്സ് ഈസ് ഈക്വൽ ടു മാർക്സ് കൊടുക്കുന്നു. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റുഡൻറ്റ് 1
നമ്മളൊന്നും ചേഞ്ച് ചെയ്യാനില്ല. സ്റ്റുഡൻറ്റ് 2ന് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാരാമീറ്റർ കോൾ ചെയ്യുന്നു. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ നെയിമിൻ്റെ റാങ്ക് കൊടുക്കുന്നു, റോൾ നമ്പർ 2 കൊടുക്കുന്നു, സ്റ്റാൻഡേർഡ് 10 കൊടുക്കുന്നു, മാർക്സ് നമ്മൾ 50 കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ സ്റ്റുഡൻറ്റ് 1 മാറ്റിയത് ചേഞ്ച് ചെയ്തില്ല, അതുകൊണ്ട് നമ്മളൊന്നും കൂടി റൺ ചെയ്യാം. നമുക്കിവിടെ കാണാം, അതായത് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് അരുൺ 1, 10, 30, അതായത് അത് ഡീഫോൾട്ട് വാല്യൂസാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിലെ വാല്യൂസാണ് അത് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പാരാമീറ്റർ കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്യുന്നത്. പാരാമീറ്റർ കൺസ്ട്രക്ടറിൽ നമ്മൾ ക്ലാസ് കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. റാം 2, 10, 50, അതാണ് നമ്മളിവിടെ സെക്കൻഡ് സ്റ്റുഡൻറ്റിന് ഡീറ്റെയിൽസ് സേവ് ആയിക്കണേ. നമുക്കിനി അതായത് കൺസ്ട്രക്ടർ എത്ര പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച്, അല്ല പാരാമീറ്ററിൻ്റെ ടൈപ്പ് അനുസരിച്ച് കൺസ്ട്രക്ടറിൻ്റെ എണ്ണം നമുക്ക് എത്ര കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ വേറൊരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം. അതായത് പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പിൽ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ഓർഡറിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ഇതും ചേഞ്ച് ആവും. അതായത് നമുക്കിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് വേറൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഓർഡറിൽ വരാൻ പാടില്ല. അതായത് ഫസ്റ്റ് ഡാറ്റ, അതായത് പാരാമീറ്റർ സ്ട്രിങ്ങും ബാക്കി 3 ഇൻറ്റിജർ വാല്യൂ ആയിട്ടുള്ള കൺസ്ട്രക്ടർ ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വേറെ കൺസ്ട്രക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ സ്ട്രിങ് നെയിം മാത്രമുള്ളൊരു കൺസ്ട്രക്ടറാണ് ഡിഫൈൻ ചെയ്യുക. ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കാൻ പറ്റും. ഈ ഓർഡറിലുള്ള കൺസ്ട്രക്ടർ നമുക്ക് ഇനി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാര്യം അതായത് ഫസ്റ്റ് പാരാമീറ്റർ സ്ട്രിങ്, ബാക്കി എല്ലാ പാരാമീറ്ററും, ബാക്കി 3 ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടർ നമുക്ക് ഇനി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പ്രോഗ്രാമിൽ എറർ വരും, അതായത് റൺ ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് കൺസ്ട്രക്ടർ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം, പക്ഷേ അത് പാരാമീറ്റർ വൈസ് അത് ഡിഫറെൻ്റ് ആയിരിക്കണം. പാരാമീറ്റർ ടൈപ്പ് വൈസ്, അതായത് പാരാമീറ്ററിൻ്റെ ടൈപ്സിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കണം. നമുക്ക് ഇനി ഒരു സ്റ്റുഡൻറ്റ് 3 ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് 3 is equal to new student. നമ്മൾ ഇനി ഇവിടെ കോൾ ചെയ്യാൻ പോണത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്ടറാണ്. അതായത് നെയിം മാത്രം പാസ് ചെയ്യണത്. സ്റ്റുഡൻറ്റ് 3 ഡോട്ട് ഗെറ്റ്. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം നമുക്ക് രാഹുലിന് മാത്രമേ അതിൽ പാസ്സായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂസ് അതിൽ സെറ്റ് ആകും. കാര്യം ഡീഫോൾട്ടായിട്ട് ജാവ ബാക്കിയുള്ള നമ്മൾ ഡിഫൈൻ അതായത് കൺസ്ട്രക്ടർ വെച്ച് അസൈൻ ചെയ്യാത്ത ബാക്കിയെല്ലാം ജാവ തന്നെ അത് ഡീഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്യും. ഇത്രയുള്ളൂ നമ്മുടെ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ടോപ്പിക്ക്.